ബഹുമാനപ്പെട്ട അധ്യക്ഷൻ PTA പ്രസിഡന്റ് ഹരികൃഷ്ണൻ സാറ്, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്യുന്ന പട്ടാടി ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ അശോകൻ സാറ്, ജനപ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള ബ്ലോക്ക് മെമ്പർ ശിവകുമാരി ടീച്ചർ, നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി അനി മാത്യു, അതുപോലെ സെക്രട്ടറി ക്ഷീരസംഘത്തിന്റെ പ്രതിനിധികളായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള സംഘ പ്രസിഡന്റ് ശ്രീ ബേബി, ശ്രീമതി നിഷ, പത്തനാപുരം ക്ഷീര വികസന വകുപ്പിൽ നിന്നും നമുക്ക് ഈ പദ്ധതി അനുവദിച്ച് തരികയും അതുപോലെ വിശദമായ ക്ലാസുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നതിനായി എത്തിയിട്ടുള്ള ബിജു സാറ്, വിനീത് സാറ്, പ്രിയമുള്ള SMC ചെയർമാൻ ബാബു, പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അധ്യാപകരെ, അപ്പൊ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു, നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംരംഭമാണ് ഡയറി ക്ലബ്ബ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കെന്നല്ല, നമുക്ക് പലർക്കും അറിയാതെ പോകുന്ന ചില വസ്തുതകളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ ക്ഷീര വികസന വകുപ്പ് ഒട്ടേറെ പ്രവർത്തനങ്ങളാണ് ഉപഭോക്താക്കൾക്കും ഉൽപാദകരായിട്ടുള്ള കർഷകർക്കും വേണ്ടി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു സാറാണ് ബിജു സാർ. അത് അദ്ദേഹത്തിന് കിട്ടിയത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തെ പറ്റിയും പാലിന്റെ മറ്റ് കാര്യങ്ങളെ പറ്റിയും ഒക്കെ തന്നെ വളരെ വിശദമായി അദ്ദേഹം നിങ്ങൾക്കൂടെ ക്ലാസുകൾ നയിക്കും. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഡയറി ഫാമിലൊക്കെ കൊണ്ടുപോകുന്ന എന്നോട് പറഞ്ഞു, തിരുവോട്ടുമാരെ തന്നെ നിങ്ങളെ കൊണ്ടുപോകുന്നു. ഒരു പൈസയുടെ മുടക്കൊന്നുമില്ല കേട്ടോ. സ്വന്തമായിട്ട് പോയി കാണുക, അതെല്ലാം മനസ്സിലാക്കുക. പശുക്കളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പശുക്കളൊക്കെയാണ് അവിടെ തിരുവോട്ടുമാരെ വാങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് പലരുമുണ്ട് പശുവിനെയൊക്കെ വളർത്തി ജീവിക്കുന്ന പല കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരെ എനിക്ക് നേരിട്ട് തന്നെ അറിയാം. അവർക്കൊക്കെ അതിനകത്ത് ഭയങ്കര ആത്മാവുണ്ടോ. കാരണം നമ്മളൊന്നും ചിന്തിക്കില്ല. നിങ്ങളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നു, അപ്പോൾ ചായ ഇട്ട് വരുന്നു, അതുകൊണ്ട് പാലുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. പക്ഷെ ഇത് എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു എന്നൊക്കെ നിങ്ങൾ ആരും ചിന്തിക്കില്ല. ഇതൊക്കെ നമ്മൾ നേരിട്ട് മനസ്സിലാക്കി പഠിക്കുമ്പോൾ അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവുകയും നാളെ കാലത്തേക്ക് നമ്മളുടെ ഉപജീവന മാർഗമാക്കി ഇതിനെ മാറ്റുകയും ചെയ്യാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നിങ്ങളിൽ കൂടിയാണ് ഇപ്പൊ നമ്മളെ 7-8 ക്ലാസ്സുകളാണ് അല്ലെ, 8-9 ക്ലാസ്സിലെ കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. അപ്പൊ അത്തരത്തിലെ ഈ ഒരു ക്ലാസ് നിങ്ങളെ ഭാവിയില് പ്രയോജനപ്രദമാക്കുന്നതിനും പാലിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് പഠനം നടത്തുന്നതിന് കിട്ടിയ അവസരം നിങ്ങൾ തീർത്തും ഉപയോഗിക്കുക എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. തണുക്കുമ്പോഴാണ് നമ്മൾ ഈ പാലിനകത്ത് ഇനി പഞ്ചസാര ഇട്ടു. ഒരു 150 ഗ്രാം പഞ്ചസാര പഞ്ചസാര പാല് തിളപ്പിക്കുന്നു, പിന്നെ വെള്ളത്തിനകത്ത് പഞ്ചസാര ഇട്ട് ലയിപ്പിക്കുന്നു. ആ ലയിപ്പിച്ച് കഴിഞ്ഞ് അത് താത്തി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തോട്ട് ഈ റെസിപ്പീസ് ഒഴിക്കുകയാണ്. ഇത്
ഇപ്പൊ നമ്മൾ ചെയ്യുന്ന മിൽക്കിന്റെയാണ് ചെയ്യുന്നത്. നിങ്ങൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കത്തില്ലേ, 2 രൂപയുടെ 1 രൂപയുടെ, അത് വെറും വെള്ളവും പഞ്ചസാരയും. ഈ കളർ മാത്രമേ അതിനകത്ത്, വേറെ അതിനകത്തൊന്നുമില്ല കേട്ടോ. അതിന് എല്ലാം മുന്തിരിയുടെ ഓറഞ്ചാന്ന് പറഞ്ഞാൽ എല്ലാ എസൻസുകളാണ് ചേർക്കുന്നത്. ഇപ്പൊ തന്നെ മാംഗോ, ഇത് ചേർക്കുമ്പോൾ നമുക്ക് മാംഗോയുടെ ടേസ്റ്റ് കിട്ടും. അപ്പം കടകളിൽ നിന്നൊക്കെ നിങ്ങൾ മേടിക്കുന്നത് ഇങ്ങനെ ചേർത്ത് ഈ വെള്ളത്തിനകത്ത് പഞ്ചസാര ചേർത്ത് ഇത് മാത്രം ചേർത്ത്. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പാലിനകത്താണ്. അവർ പിന്നെ ഇതിനകത്ത് ജലാറ്റിൻ എന്ന് പറയുന്ന ഒരു സാധനം കൂടെ ചേർക്കും. അത് നല്ല ഗ്ലേസിങ് ഉണ്ടാവും, അതിന് കട്ടി ഉണ്ടാവാനൊക്കെ നല്ലതാണ്. പക്ഷെ അത് വെജിറ്റബിൾ അല്ല, അത് നോൺ വെജാണ് അത് കേട്ടോ. അത് മൃഗത്തിൻ്റെ എന്തോ ഒരു അവയവത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ് ജലാറ്റിൻ എന്ന് പറയുന്ന സാധനം. അതൊക്കെ ചേർത്താണ് നമുക്ക് പുറത്തുനിന്ന് കിട്ടുന്നത്. അത് വെജിറ്റേറിയൻ അല്ല കേട്ടോ. അപ്പം നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇത് ഒറിജിനലാണ്. ഒറിജിനലായിട്ട് നമുക്ക് കഴിക്കുക. ഇതിനകത്ത് വേറെ എന്തില്ല, അവരതിനകത്ത് കെമിക്കലൊക്കെ ചേർക്കുന്നുണ്ട്, കാരണം അത് കേടാകാതിരിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈസിയായി ചെയ്യാം. ഈ ട്യൂബ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് സിപ്പപ്പ് എന്ന് പറയുന്നത്. ആഡ് ചെയ്യും പലതിൻ്റെ കളറുകൾ. കടകളിൽ കിട്ടുമ്പോൾ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയാണ് കളർ. ഭയങ്കര വോയിസാണ് ആ കളറൊക്കെ. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഈ കളറിലല്ല, വേറെ കളറുകളുണ്ട് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ല നെറ്റിനൊക്കെ നല്ല മഞ്ഞ കളർ കൊടുത്തിട്ട് അതൊരു കളർ ചേർക്കുന്നതാണ്. ഇതൊക്കെ ചേർക്കുന്നത് കളറുകളില്ല. ഇത് നമ്മൾ ഇപ്പം വലിയ ബേക്കറിയിൽ ആളിലൊക്കെ ഇത് പത്തനാപുരത്ത് AMR സ്റ്റോറിൽ, AMR അവിടെ നിന്നാണ് ഞാൻ വാങ്ങിച്ചത്. ഇവിടെ എല്ലായിടത്തും കാണില്ല, കൊച്ചു കടകളിലൊന്നും കാണില്ല, കുഞ്ഞു കടകൾ. ഇത് മേടിച്ച് നിങ്ങൾ വെറുതെ ക്ലാസ്സിനകത്ത് പാൽപ്പൊടിയുടെ അടി കൊഴുപ്പ് കിട്ടും. അമ്മ കള്ളും പറയും മാംഗോ ചേർത്താൽ മതി. അത് മതി.